ഇതിനിടയ്ക്ക് ഞാൻ എവിടെ പോയെന്നോ? അമ്മ ഈ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റിനടുത്തേക്ക്. എനിക്ക് എന്റെ അമ്മയോട് എപ്പോഴെങ്കിലും ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ചേച്ചി പ്രസവിച്ചതിനാ. അച്ഛൻ എപ്പോഴും പറയും ചേച്ചിയെ വയറ്റിലായിരുന്നപ്പോ അമ്മ അനുഭവിച്ച വേദനയെ പറ്റി. അന്ന് ഗർഭം അലസി പോവാതിരിക്കാൻ അമ്മ ചെയ്ത കെയറിനെ പറ്റി. അത് ഇങ്ങനൊരു ജന്മായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ നശിപ്പിക്കായിരുന്നില്ലേ? അമ്മ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അമ്മ വെറുതെ വെപ്രാളം കാണിക്കണ്ട. നമ്മൾ പോവാൻ പോകുന്നത് ജയിലിലേക്കാ. അവിടെ സന്ദർശന സമയത്തെ ആളിനെ കയറ്റി വിടൂ. അമ്മേ, അമ്മ അച്ഛന് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൊതിച്ചോറ് എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് കഴിപ്പിക്കാതെ വന്നാ എന്റെ അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും ഉറക്കം വരില്ല. അമ്മ ഇവിടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. അതെ അതെ. ഓ അങ്ങനെയാണോ കുഞ്ഞോളെ? ഫോണിലാണെങ്കിൽ സംസാരം കഴിഞ്ഞിട്ട് മതി, ഞാൻ പിന്നെ വരാം. അതിനെന്താ, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാല്ലോ. ഒന്ന് വന്നിട്ട് പോയതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. അതിനിടയിൽ ഇനി ആരെയാണാവോ ഓടിച്ചു വരുത്തുന്നേ? കുറച്ചുനാളായില്ലേ നമ്മൾ കണ്ടിട്ട്. അവരുടെ മുഖമൊക്കെ ഞാനങ്ങ് മറന്നു. അതെ, തീ പിടിച്ചതാ. കാര്യസ്ഥനായി നിന്ന ശിവദാസനാണ് അത് ചെയ്തത്. ഈശ്വര, വല്ല സിബിഐക്കാരും ആയിരിക്കോ? ഈ വീട്ടിൽ എന്ത് നടക്കാനും ഒരേ ഒരാളുടെ സമ്മതം മതി, ഈ രമാദേവിയുടെ. ഓ, അപ്പോ ഇത് സിബിഐ നല്ല. വിളിച്ചു പറഞ്ഞാ മതി. സന്തോഷം. ആയിക്കോട്ടെ. ഭദ്രേട്ടൻ എന്താ പറയാൻ വന്നത്? അത് കുഞ്ഞോളെ, നമ്മുടെ മഹിയും ആ അടുക്കളക്കാരി പെണ്ണും തമ്മില് അത്ര പന്തയായിട്ട് തോന്നുന്നില്ല. ഇതിനകത്ത് കിടന്ന് മടുത്തു. എന്ത് തെറ്റ് ചെയ്തിട്ടാ മോളെ അച്ഛനകത്ത്? ഇല്ല, ശരിയാവും അച്ഛ. ഇപ്പോ വൈദേഹി തമ്പുരാട്ടിയും സഹായത്തിനുണ്ടല്ലോ. സ്വന്തം രക്തത്തിൽ പിറന്ന എന്റെ മൂത്ത മോള് എനിക്കെതിരെ സാക്ഷ്യം പറഞ്ഞില്ല. അന്നു മുതലേ അച്ഛൻ ഉറങ്ങിയിട്ടില്ല. എന്താ അച്ഛ എങ്ങനെ? അമ്മയും കൂടി സങ്കടപ്പെടുത്തല്ലേ. അച്ഛന് ഈ മോളില്ലേ, അതുപോരെ? നോക്ക്, അച്ഛന് കഴിക്കാൻ അമ്മ അച്ഛന്റെ ഇഷ്ടങ്ങളെല്ലാം ചേർത്ത് വെച്ച് ഒരു പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. പൊതിച്ചോറോ? മോളെ, എന്റെ മോള് ഈ അച്ഛന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതെനിക്കറിയാം. ഒരച്ഛന്റെ കരുതലും സ്നേഹവും കിട്ടേണ്ട പ്രായത്തില് അച്ഛാ, എന്റെ അച്ഛൻ ഒരാളെയും കൊല്ലില്ലെന്ന് ഈ ചിന്നുവിന് നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള അച്ഛന് ഒരു ആയുഷ്കാലം മുഴുവൻ ഇതിനകത്ത് കിടന്ന് നരകിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛന് ആഹാരം കഴിക്കാൻ. അമ്മ എടുത്തു കൊടുക്ക. മോളെ, നീ എന്റെ മോളാണെന്ന് രമാദേവി മനസ്സിലാക്കി കഴിഞ്ഞു. സൂക്ഷിക്കണം. അതിനെക്കുറിച്ച് ഓർത്തൊന്നും അച്ഛൻ വിഷമിക്കണ്ട. അച്ഛനിത് കഴിക്കേ.
സീത, നമ്മുടെ മോള് നമ്മുടെ ഭാഗ്യല്ലേ? പ്രായപൂർത്തിയായ ഒരു പെണ്ണ് വരാൻ പാടില്ലാത്ത സ്ഥലമാ ജയില്. ഞാനായിട്ട് എന്റെ മോളെ ഇവിടെയും വരുത്തി, കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറ്റി. ഇനി എനിക്ക് വയ്യ. ഇനി എന്റെ മോളെ കഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞ എന്റെ സീത കേൾക്കൂ.